ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർകുമാർ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 മെയ് 18 രാഹുവും കേതുവും കുംഭരാശിയിലേക്കും ചിങ്ങരാശിയിലേക്കും രാശി മാറുന്നു. രാഹു കേതുക്കളുടെ രാശി മാറ്റത്തിൻ്റെ ഗുണദോഷങ്ങൾ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവർക്ക് രാഹുകേതുക്കളുടെ രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ്. നമുക്ക് ഈ രാഹുകേതുക്കളെ പറ്റി പറയുമ്പോൾ, രാഹുകേതുക്കൾ മറ്റു ഗ്രഹങ്ങളെ പോലെ ഫിസിക്കലായിട്ടുള്ള പ്ലാനറ്റ്സ് അല്ല. എന്ന് പറഞ്ഞാൽ അവയ്ക്ക് ദ്രവ്യ പ്രാധാന്യമില്ലാത്ത ഗ്രഹങ്ങളാണ്. അതുകൊണ്ടാണ് ഈ രാഹുകേതുക്കളെ ഛായാഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഈ ഛായാഗ്രഹങ്ങൾ എന്ന് പറയുന്നത് തന്നെ, ഈ രാഹുകേതുക്കൾ എന്ന് പറയുന്നത് ചന്ദ്രൻ്റെയും ഭൂമിയുടെയും ചലനപഥങ്ങൾ കൂട്ടിമുട്ടുന്ന രണ്ട് ബിന്ദുക്കളാണ്, രണ്ട് ബ്ലാക്ക് പോയിന്റ്സ് ആണ് ഈ രാഹുകേതുക്കൾ എന്ന് പറയുന്നത്. മറ്റു ഗ്രഹങ്ങൾക്ക് രാശിചക്രത്തിൽ സ്വന്തമായിട്ട് രാശികളുണ്ട്. അതേസമയം രാഹുകേതുക്കൾക്ക് രാശിചക്രത്തിൽ സ്വന്തമായിട്ട് രാശികൾ ഇല്ല. അതേസമയം രാഹുകേതുക്കൾക്ക് സ്വന്തമായിട്ട് നക്ഷത്രങ്ങളുണ്ട് മറ്റു ഗ്രഹങ്ങളെപ്പോലെ. ഇപ്പോൾ തിരുവാതിര, അതുപോലെ ചോതി, ചതയം, ഈ 3 നക്ഷത്രങ്ങൾ രാഹുവിൻ്റെ നക്ഷത്രങ്ങളും, അശ്വതി, മഖം, മൂലം അത് കേതുവിൻ്റെ നക്ഷത്രങ്ങളുമാണ്. അതിനാൽ ഈ 2 ഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾ ഉള്ളതുകൊണ്ട് ഈ വിംശോത്തരി ദശാസംവിധാനത്തിൽ ഈ 2 ഗ്രഹങ്ങൾക്കും ദശാകാലമുണ്ട്. അതേസമയം ഈ 2 ഗ്രഹങ്ങളും മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് സഞ്ചരിക്കുന്നത്. മറ്റു ഗ്രഹങ്ങൾ ക്ലോക്ക് വൈസായിട്ട് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ രാഹുകേതുക്കൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ പിന്നോട്ടാണ് സഞ്ചരിക്കുന്നത്. പ്രധാനമായിട്ടും 2 ഗ്രഹങ്ങൾ, അതായത് സൂര്യനും ചന്ദ്രനുമാണ് രാഹുകേതുക്കളുടെ പ്രധാന ശത്രുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ രാഹുവിനെ നമ്മൾ ശനിയെപ്പോലെയാണ് കാണുന്നത് ഫലദാന വിഷയത്തിൽ. അതുപോലെ കേതുവിനെ നമ്മൾ ചൊവ്വയെപ്പോലെ ആണ് കരുതുന്നത്. അതായത് ശനിവത് രാഹു, കുജവത് കേതു എന്നാണ് ഇതിൻ്റെ പ്രമാണം. അപ്പോൾ രാഹുകേതുക്കൾ ഏത് രാശിയിലാണോ നിൽക്കുന്നത്, ആ രാശിയുടെ അധിപതി നൽകുന്ന ഫലമായിരിക്കും ഏറെക്കുറെ രാഹുകേതുക്കളും നൽകുന്നത്. കൂടാതെ ഈ രാഹുകേതുക്കൾ മറ്റു ഗ്രഹങ്ങളോട് യോഗം ചെയ്തു വരികയാണെങ്കിൽ ആ യോഗം ചെയ്തു വരുന്ന ഗ്രഹങ്ങളുടെ ഫലവും, അതുപോലെ ഈ രാഹുവിനെ ഏതെങ്കിലും ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുന്നുവെങ്കിൽ ആ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹത്തിൻ്റെ ഫലവും ഈ രാഹുവിൻ്റെ ഫലത്തിൻ്റെ കൂടെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ രാഹു എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൗതിക പ്രകൃതിയുടെയും, അതുപോലെ കേതു എന്ന് പറയുന്നത് ആധ്യാത്മിക പ്രകൃതിയുടെയും ഗ്രഹമാണ്. അതായത് നമുക്ക് ഈ പൂർവജന്മങ്ങളുടെ ഒരു കണ്ടിന്യൂറ്റി, ജന്മത്തിൻ്റെ തുടർച്ചയായിട്ടാണ്, പൂർവ കർമ്മങ്ങളുടെ തുടർച്ചയായിട്ടാണ് നമ്മൾ രാഹുവിനെ കാണുന്നത് എങ്കിൽ നമ്മൾ ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഒരു അന്വേഷണമായിട്ടാണ് നമ്മൾ കേതുവിനെ കാണേണ്ടത്. അപ്പം ഈ രാഹു പൊതുവെ ഭൗതിക മോഹങ്ങൾ ഉണ്ടാക്കും, അമിതമായിട്ടുള്ള ആർത്തി ഉണ്ടാകും, അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ സൃഷ്ടിക്കും, ദുഷ്ചിന്തകൾ ഉണ്ടാകും, ദുഷ്പ്രവർത്തികൾ നടത്തും, കബളിപ്പിക്കൽ, ലൈംഗികമായിട്ടുള്ള ഒരു ഭ്രാന്ത് എന്ന് വേണമെങ്കിൽ പറയാം, പ്രണയം, അതുപോലെ മോശപ്പെട്ട ആളുകളുമായിട്ടുള്ള കമ്പനി, അതുപോലെ രോഗങ്ങൾ, സംശയത്തിൻ്റെയും തർക്കങ്ങളുടെയൊക്കെ ഒരു ഗ്രഹമാണ്, ഇല്യൂഷൻ്റെയൊക്കെ ഗ്രഹമാണ്. അതുപോലെ നമ്മൾ വിദേശ ഭാഷയുടെയൊക്കെ ഗ്രഹമാണ്, വിദേശ യാത്രകളുടെയൊക്കെ ഗ്രഹമാണ്. ഇപ്പോൾ രാഹു പൊതുവെ ഒരു എക്സ്പാൻഷൻ്റെ ഗ്രഹം എന്ന് പറയാം. അതേസമയം കേതു ഭൗതിക വിരക്തിയുടെ ഗ്രഹമാണ്, ഭൗതിക മോഹങ്ങളുടെ ഗ്രഹം അല്ല.
പകരം ആത്മീയ ആയിട്ടുള്ള ഒരു ഔന്നത്യത്തിൻ്റെ ഒരു ഗ്രഹം എന്ന് പറയാം, ആത്മജ്ഞാനത്തിൻ്റെ ഗ്രഹം എന്ന് പറയാം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതായത് ഇപ്പോൾ ഭക്തി, ധ്യാനം, പൂജകൾ, മോക്ഷമാർഗങ്ങൾ, അതുപോലെ ബ്ലാക്ക് മാജിക്ക്, അതുപോലെ പുണ്യ നദികളിലെ സ്നാനം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ആത്മീയമായിട്ടുള്ള യാത്രകൾ, ത്യാഗമനോഭാവങ്ങൾ, ഇവയൊക്കെ നമുക്ക് ഈ കേതുവിനെ കൊണ്ട് പറയാൻ പറ്റും. അതേപോലെ നമുക്ക് ഈ വൈദ്യശാസ്ത്ര മേഖല, ശുശ്രൂഷ, അതുപോലെ ഈ സർജറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, സന്ധി രോഗങ്ങൾ, ഇൻഷുറി, അതുപോലെ ചെറിയ ചെറിയ അപകടങ്ങൾ, പൊള്ളൽ, ഇവയൊക്കെ നമുക്ക് ഈ കേതുവിൻ്റെ രാശിയിലെ സ്ഥിതി കൊണ്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം രാഹു നിൽക്കുന്നതിൻ്റെ നേരെ വിപരീത രാശിയിലായിരിക്കും ഈ കേതു വരുന്നത്. കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ അമിത മോഹങ്ങൾക്ക്, അതുപോലെ ആ അമിത മോഹങ്ങൾ കൈവരിക്കുന്നതിനുള്ള നീചമാർഗങ്ങൾ, ഇവയ്ക്കൊക്കെ കടിഞ്ഞാണിടുന്നതിനാണ് കേതുവിനെ രാഹുവിൻ്റെ വിപരീത രാശിയിലേക്ക് വരുത്തുന്നത്. അതായത് എപ്പോഴും രാഹുവിൻ്റെ വിപരീത രാശിയിലായിരിക്കും ഈ കേതുവിൻ്റെ സ്ഥിതി. അത് വരാനുള്ള കാരണം നമ്മൾ അമിതമായിട്ടുള്ള ഭൗതിക മോഹങ്ങളുടെ പിന്നാലെ പായുന്നത് കൊണ്ട് മാത്രം ഒരു ജീവിതമാകുന്നില്ല. അതിനോടൊപ്പം തന്നെ നമുക്ക് ആത്മീയ ജീവിതവും വേണം. അങ്ങനെ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ഒരു സന്തുലിത അവസ്ഥ അനിവാര്യമാണ് ജീവിതത്തിൽ എന്നുള്ളതിനെ പ്രതിപാദിക്കാണ് ഈ രാഹു കേതുക്കൾ ഈ പ്രത്യേകിച്ച് വിപരീത രാശികളിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയാം. 2025 മെയ് 18 ഈ രാഹു കേതുക്കൾ കുംഭരാശിയിലേക്കും, അതുപോലെ രാഹു കുംഭരാശിയിലേക്കും കേതു ചിങ്ങരാശിയിലേക്കും രാശി മാറുന്നു. അപ്പോൾ ഈ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ഇപ്പോൾ 12-ലാണ് രാഹു സഞ്ചരിക്കുന്നത്. ആ 12-ൽ സഞ്ചരിക്കുന്ന രാഹു 11-ലേക്കാണ് മെയ് 18 രാശി മാറുന്നത്. അപ്പം ഇപ്പോൾ 6 നിൽക്കുന്ന കേതു മെയ് 18 5-ലേക്കാണ് രാശി മാറുന്നത്. ഇപ്പോൾ 2026 ഡിസംബർ മാസം 5-ാം തീയതി വരെ രാഹു ഈ 11-ാം ഭാവരാശിയിലും കേതു ഈ മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും 5-ാം ഭാവരാശിയിലും സ്ഥിതി ഉണ്ടാകും. ഇപ്പോൾ 11-ാം ഭാവരാശി എന്ന് പറയുന്നത് കുംഭരാശിയാണ്. ആ കുംഭരാശിയുടെ അധിപനെന്ന് പറയുന്നത് ശനിയാണ്. ആ ശനി പ്രത്യേകിച്ച് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 12-ാം ഭാവരാശിയിൽ 7.5 ശനി കാലമായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ രാഹു ഒരു രാശിയിലൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ രാശിനാഥൻ ശനി എവിടെയാണോ നിൽക്കുന്നത് ആ ശനിയുടെ ഫലവും ഈ രാഹുവിൻ്റെ ഫലത്തോടൊപ്പം നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ കുംഭരാശിയിൽ നിൽക്കുന്ന 11-ാം ഭാവരാശാധിപനായിട്ടുള്ള ശനി 12-ൽ നിൽക്കുന്നു. അതേസമയം ഈ 11-ൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു. 11-ൽ നിൽക്കുന്ന രാഹുവിനെ ഗുരു ദൃഷ്ടി ചെയ്യുന്ന ഒരവസ്ഥയും കൂടെ 1 വർഷത്തോളം കാണുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് പറയുമ്പോൾ ഈ 11-ൽ രാഹു നിൽക്കുന്നത് നല്ലതാണ്. രാഹുവിനെ സംബന്ധിച്ചിടത്തോളം രാഹു ഇപ്പം 3, 6, 10, 11 ഈ രാശികളിലൊക്കെ നിൽക്കുന്നത് പൊതുവെ ഗുണം ചെയ്യും. ഇപ്പം മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രാഹു 11-ലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം 11-ൽ രാഹു നിൽക്കുക എന്ന് പറയുമ്പോൾ പൊതുവെ ഇച്ഛാപൂർത്തി സ്ഥാനത്താണ് രാഹു നിൽക്കുന്നത്. അതായത് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് രാഹുവിൻ്റെ 11-ലെ സ്ഥിതി വഴിതെളിക്കും. അതിനുള്ള ഒരു കഴിവുണ്ടാകും. മാത്രവുമല്ല നമുക്ക് ലക്ഷ്യങ്ങൾ കൈവരിക്കുവാനുള്ള ഊർജിതമായിട്ടുള്ളൊരു ശ്രമമൊക്കെ ഈ 11-ലെ രാഹു നൽകും. നമുക്ക് ഈ സോഷ്യൽ സർക്കിളിലൊക്കെ ഒരു സ്വാധീനമൊക്കെ കൂടും. അതുപോലെ നമ്മൾ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ സംഘടനാ തലത്തിലോ ഒക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു തലത്തിലേക്ക് എത്തുന്നതിനൊക്കെ ആ 11-ലെ രാഹു വഴിതെളിക്കും. അതുമാത്രവുമല്ല ഒരു പരിഷ്കാരത്തിൻ്റെ ഗ്രഹവും കൂടിയാണ്. അപ്പോൾ ഈ സാമൂഹ്യ മാറ്റങ്ങൾക്ക് അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവർക്ക് ഈ 11-ലെ രാഹു എന്ന് പറയുന്നത് വളരെ ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. പൊതുവെ അവർ ആ മേഖലകളിലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ തിളങ്ങും എന്ന് തന്നെ പറയാം. നല്ല ഒരു കാഴ്ചപ്പാടൊക്കെ അവർക്ക്
ഈ സമയത്ത് ഉണ്ടാകും. നൂതനങ്ങളായ ആശയങ്ങൾ അത് പ്രസന്റ് ചെയ്ത് സമൂഹത്തിനിടയിലൊക്കെ ഒരു സ്വാധീനമൊക്കെ ഉണ്ടാക്കാൻ ഈ 11 രാഹു വഴിതെളിക്കും. ഇപ്പൊ ശാസ്ത്രീയമായ കാര്യങ്ങൾ, ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഒരു പ്രാദേശിക ജനങ്ങളുമായിട്ടുള്ള പ്രവർത്തനം, ഒരു പ്രദേശത്തെ ജനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നതിനും അതിനൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിന് ഈ 11 രാഹു വഴിതെളിക്കും. അപ്പൊ പൊതുവെ ഒരു സാമൂഹ്യ പരിവർത്തനത്തിന്റെ ഒരു സ്ഥാനത്താണ് ആ രാഹു പ്രത്യേകിച്ച് കുംഭരാശിയിൽ നിൽക്കുന്നത്. അപ്പൊ ഈ 11 രാഹു എന്ന് പറയുമ്പോൾ പൊതുവെ ആഗ്രഹങ്ങളൊക്കെ കൂട്ടും. അതുപോലെ തന്നെ ഭൗതിക നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. ലക്ഷ്യപ്രാപ്തികൾക്ക് വേണ്ടിയുള്ള മാർഗങ്ങളൊക്കെ കണ്ടെത്തും. 11 എന്ന് പറയുന്നത് പ്രത്യേകിച്ച് 6-ാം ഭാവത്തിൻ്റെ 6 എന്നുള്ളത് കൊണ്ട് നമ്മൾ കഠിന പ്രയത്നത്തിനൊക്കെ തയ്യാറാകും. മത്സരങ്ങളിലൊക്കെ വിജയമുണ്ടാകും. മത്സരങ്ങളിലൊക്കെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ ഈ 11 ഗുരുവിൻ്റെ ദൃഷ്ടിയും കൂടെ ഉണ്ട്. 11 നിൽക്കുന്ന രാഹുവിനെ ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ഭാഗ്യ നേട്ടങ്ങൾ, കാരണം ഗുരു ഭാഗ്യഭാവാധിപനും കൂടിയാണ്, ഭാഗ്യ നേട്ടങ്ങൾ ആ ഗുരുവിൻ്റെ 11 നിൽക്കുന്ന രാഹുവിനെ ദൃഷ്ടി ചെയ്യുക വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ 11-ാം ഭാവാധിപനായിട്ടുള്ള ശനി 12 നിൽക്കുകയാണ്. പ്രത്യേകിച്ച് 7.5 ശനിയുടെ ഒരു തുടക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മേടക്കൂറുകാർക്ക്. അപ്പോൾ നമുക്ക് ധനനേട്ടവും ലാഭവർദ്ധനവും നമുക്ക് പ്രതാപമൊക്കെ ഉണ്ടാകും. എങ്കിലും ധനവ്യയത്തിൽ ഒരു കരുതൽ വേണം. ധനവ്യയം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഓവറായിട്ടുള്ള സ്പെൻഡിങ് കഴിവതും ഒഴിവാക്കി പോകാൻ ഈ കൂറുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ജ്യേഷ്ഠ സഹോദരനുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ വിള്ളലുണ്ടാകാതെ നോക്കണം. ശനി 12 ഒക്കെ നിൽക്കുന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ അത് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിദേശത്തൊക്കെ തൊഴിലന്വേഷണമൊക്കെ നടത്തുന്നവർക്ക് അത് വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയായിട്ട് ഈ 11 രാഹുവിനെ കാണാം. അതുപോലെ തന്നെ വിദേശ ബന്ധം വഴിയൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനും സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ തൊഴിലിലൊക്കെ മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ തൊഴിലിൽ ട്രാൻസ്ഫറിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമായിട്ടും കൂടെ ഈ രാഹുവിൻ്റെ 11 സ്ഥിതിയും 11-ാം ഭാവാധിപനായിട്ടുള്ള ശനി 12 നിൽക്കുകയും ചെയ്യുക വഴി ഇപ്പോൾ ശനിവത് രാഹു എന്ന് പറയുന്നത് പോലെ അപ്പോൾ ആ ശനിയുടെയും കൂടെ ഒരു ഫലം ഈ രാഹുവിൻ്റെ ഫലത്തോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പൊതുവേ നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. അങ്ങനെ വരുമ്പോൾ ഈ തൊഴിലിടത്തൊക്കെ ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു സുഖക്കുറവൊക്കെ ചിലപ്പോൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്ക് എതിർലിംഗക്കാരുമായിട്ടുള്ള ഒരു ഇൻറ്റിമസിയിലൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമായിട്ടും കൂടെ നമ്മൾ ഈ രാഹുവിൻ്റെ 11 സ്ഥിതിയെ കാണണം. ഇനി നമുക്ക് കേതു. ഈ കേതു എന്ന് പറയുന്നത് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം, മേടലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം 5ലേക്കാണ് രാശി മാറുന്നത്. അത് 5-ാം ഭാവം എന്ന് പറയുന്നത് സൂര്യൻ്റെ രാശിയാണ്. അപ്പോൾ ഈ രാഹു കേതു എന്ന് പറയുന്നത് അത്രത്തോളം ഫ്രണ്ട്ലി പ്ലാനറ്റ്സ് അല്ല. ഇപ്പോൾ 5ലെ കേതു എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അല്പം ഒരു ഡിസ്ട്രാക്ഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ അവിടെ ഒരു കെയർ വേണം. അതുപോലെ സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കുറവ് ഈ സമയത്ത് ഈ കൂറുകാരുടെ ഭാഗത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെയും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ സന്താനങ്ങൾക്കായിട്ടൊക്കെ കാത്തിരിക്കുന്നവർക്ക് ഒക്കെ തന്നെ അവരുടെ ആരോഗ്യ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം. ഇപ്പോൾ രാഹുവിനെ പോലെ എക്സ്പാൻഷനും ഉള്ള എക്സ്പാൻഷൻ്റെ ഒരു ഗ്രഹമായിട്ട് നമുക്ക് കേതുവിനെ കാണാൻ പാടില്ല. കേതു ഒരു കോൺട്രാക്ഷൻ്റെ ഗ്രഹമാണ്. അപ്പോൾ നമുക്ക് ഈ ഓവർ അംബീഷനൊക്കെ കൺട്രോൾ ചെയ്യും. ഇപ്പം നമുക്ക് 11 രാഹു നിൽക്കുമ്പോൾ പൊതുവേ നമുക്ക് അമിതമായിട്ടുള്ള മോഹങ്ങൾ, കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ചില നീചമായിട്ടുള്ള മാർഗങ്ങളൊക്കെ ചിലപ്പോൾ അവലംബിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ ഈ ഓവർ അംബീഷനൊക്കെ നിയന്ത്രിക്കുന്നതിന് ഈ 5ലെ കേതുവിന് കഴിയും. മാത്രമല്ല ഭൗതിക മോഹങ്ങളുടെ ഗ്രഹമായിട്ടാണ് നമ്മൾ രാഹുവിനെ കാണുന്നതെങ്കിൽ ഈ കേതുവിനെ നമ്മൾ 5-ാം ഭാവത്തിൽ നിൽക്കുന്ന രാശി നിൽക്കുന്ന കേതുവിനെ നമ്മൾ ആത്മീയ കാര്യങ്ങളുടെ ഒരു ഗ്രഹമായിട്ട് നമ്മൾ കാണണം.
ഇപ്പം രാഹു നമ്മുടെ ചുറ്റിലുമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ കേതു നമ്മുടെ ഉള്ളിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ ഇന്നർ സ്പേസിലേക്കാണ്. ഇന്നർ സ്പേസ് വികസിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ആത്മജ്ഞാനം കൂടുന്നതിനും ആത്മീയമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ആത്മീയ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നതിനും അതുവഴിയൊക്കെ ആത്മീയമായിട്ടുള്ള അറിവ് സംഭരിക്കുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ഈ 5-ലെ കേതു നൽകും. അപ്പോൾ പൊതുവെ നമുക്ക് ഈ പ്രണയബന്ധത്തിലൊക്കെ ഒരു താല്പര്യക്കുറവ്, അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്നതിനുള്ള ഒരു സാധ്യതയൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്രിയേറ്റീവ് തലത്തിലും നമ്മൾ അല്പം ശ്രദ്ധിക്കണം. അതേസമയം ആത്മീയ തലത്തിലുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ കൂടുതൽ ഫലവത്താകുന്ന ഒരു സമയമായിരിക്കും. ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടും, ആത്മജ്ഞാനമൊക്കെ കൂടുന്ന സമയമായിരിക്കും. ഉപാസനാദി കാര്യങ്ങളിൽ ധ്യാനം, അതുപോലെ ഭക്തി, ഇവയിലൊക്കെ തന്നെ കൂടുതൽ ശ്രദ്ധ കൊടുക്കും. ഇഗോയിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയറൊക്കെ കുറയും. അപ്പോൾ പൊതുവെ ഈ മേടക്കൂറുകാരെയും മേടലഗ്നക്കാരെയും സംബന്ധിച്ചിടത്തോളം രാഹു കേതുക്കളുടെ രാശിമാറ്റം ഒരു ഭാഗത്ത് ഭൗതികമായിട്ടുള്ള വളർച്ചയും മറ്റു ഒരു ഭാഗത്ത് ആത്മീയമായിട്ടുള്ള പുരോഗതിക്കും ഒരു അവസ്ഥ സൂചിപ്പിക്കുന്നു. അപ്പോൾ ആത്മീയ പുരോഗതിയും ഭൗതിക പുരോഗതിയും സന്തുലിതപ്പെടുത്തി പോകുന്നതിന് ഈ മേടക്കൂറുകാർക്ക് ഈ രാഹുകേതുക്കളുടെ രാശിമാറ്റം വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.